നിയുക്ത കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ സ്ഥാനാരോഹണം ഇന്ന്. സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ആർച്ച് ബിഷപ്പ് ജോർജ് ജേക്കബ് കൂവക്കാടിനെ മറ്റ് 20 പേരോടൊപ്പം കർദിനാളായി നിയമിക്കുക. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 9-ന് വത്തിക്കാനിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുന്നത്. തുടർന്ന് രാത്രി 10 മുതൽ 12 വരെ നവകർദിനാൾമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ച് ആശീർവാദം സ്വീകരിക്കും. വിവരങ്ങളുമായി സനോജ് ചേരുന്നു കോട്ടയത്ത് നിന്നും. സനോജ്, ഗുഡ് മോർണിംഗ്. കോട്ടയത്തുകാർക്ക്, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിക്കാർക്ക് അഭിമാനിക്കാവുന്ന നിമിഷമാണ് ഇത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു പദവിയിലേക്ക് ഒരാൾ എത്തുന്നത് എന്നും പറയേണ്ടിയിരിക്കുന്നു. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? ഇന്ത്യയിലെ സഭയ്ക്ക് ഒന്നാകെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഇന്നത്തേത് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം സഭാ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതി ചേർത്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് കർദിനാളായി അഭിഷേകം ചെയ്യുന്നത്. അതായത് ഇന്ത്യ സഭാ ചരിത്രത്തിലെ ഇദ്ദേഹം വൈദിക പദവിയിൽ നിന്നും ആദ്യമായിട്ടാണ് നേരിട്ട് ഒരാൾ കർദിനാൾ പദവിയിലേക്ക് എത്തുന്നത് എന്നതാണ് ഇദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ആ പദവിയിലേക്ക് എത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി നമുക്കറിയാം, കഴിഞ്ഞ ദിവസം തന്നെ കർദിനാൾ ആകുന്നതിന് മുന്നോടിയായി അദ്ദേഹത്തിന്റെ മെത്രാഭിഷേക ചടങ്ങുകൾ ഈ ചങ്ങനാശ്ശേരിയിൽ നടന്നിരുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്നുമാണ് അദ്ദേഹം ഈ പദവിയിലേക്ക് എത്തുന്നത്. മാർ ജോസഫ് പൗകുത്തിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു വഴികാട്ടി, ഒരു മാർഗനിർദ്ദേശി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അദ്ദേഹത്തെ വളർച്ചയ്ക്ക് ഒരു തുടക്കം കുറിക്കുന്നതിന് പിന്നിൽ മാർ ജോസഫ് പൗകുത്തിലിന്റെ ഇടപെടൽ കൃത്യമായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 1973 അദ്ദേഹം 73 ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായ മാർപ്പാപ്പയുടെ അപ്പോസ്തലിക യാത്രകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റിയിരുന്നു. ജോർജ് ജേക്കബ് കൂവക്കാട് അദ്ദേഹത്തിന്റെ വൈദിക പദവിയിൽ നിന്നും നേരിട്ട് കർദിനാളാവുന്നു എന്ന പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. ചങ്ങനാശ്ശേരി മാമൂട് ലൂർദ് പള്ളി ഇടവക അംഗം കൂടിയായിരുന്നു അദ്ദേഹം. വത്തിക്കാൻ ഡിപ്ലോമാറ്റിക് സർവീസിൽ അദ്ദേഹം 2006-ൽ ചേർന്നിരുന്നു. തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായിട്ടുള്ള കൂവക്കാട്ട് മാർപ്പാപ്പയുടെ അപ്പോസ്തലിക യാത്രകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം നിറവേറ്റിയിരുന്നു. അങ്ങനെ സഭാ ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ വഴികളെ കുറിച്ച് നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ വലിയ സ്ഥാനങ്ങൾ വഹിക്കുന്നതിൽ അദ്ദേഹം എല്ലാ കാലവും എത്തിയിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ സ്ഥാനങ്ങളിലേക്ക് നടന്നു കയറിയ ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് ഇപ്പോൾ പുതിയ ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം വൈദിക പദവിയിൽ നിന്ന് തന്നെ നേരിട്ട് കർദിനാളാവുന്നു എന്ന പ്രത്യേകത കൂടി സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്ന് നടക്കുന്ന ചടങ്ങ് ഇന്ത്യൻ സമയം രാത്രി 9 മണിയോടുകൂടിയാണ്. ഈ ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിന് സ്ഥാനചിഹ്നങ്ങളും മറ്റും നൽകിയതിനു ശേഷം പിന്നീട് മാർപ്പാപ്പയോടൊപ്പം അദ്ദേഹം കുർബാന അർപ്പിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട്. അത് ഇന്ത്യൻ സമയം രാത്രി 12 മണിയോടുകൂടിയാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇന്ത്യൻ സംഘം ഉൾപ്പെടെയുള്ള ആളുകൾ വത്തിക്കാനിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നുള്ള പ്രതിനിധി സംഘവും ഇതിന്റെ ഭാഗമാകാൻ വേണ്ടി വത്തിക്കാനിലെത്തിയിട്ടുണ്ട്. ശരി, ഏറെ അഭിമാന്യ നിമിഷം, ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറുന്ന ഒരു ഘട്ടം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ചടങ്ങുകൾ വത്തിക്കാനിൽ നടക്കും. ഇന്ന് രാത്രിയാണ് പ്രധാന ചടങ്ങുകളൊക്കെയും നടക്കാൻ പോകുന്നത്. സനോജാണ് വിവരങ്ങൾ നൽകിയത്.